അഡ്വക്കേറ്റ് എം ആർ അഭിലാഷി, പർവീന്ദർ സിംഗ് കേസിലും ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ കേസിലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇ ഡിയുടെ കരുത്തിനെ ചോർത്താൻ പാകത്തിലുള്ളതാണോ അഥവാ ഇ ഡിക്ക് മൂക്കുകയറിടാൻ ഉദ്ദേശിച്ചുള്ളതാണോ? അത് സ്വാഭാവികമായ ഒരു പരിണാമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ഒക്ടോബറിൽ മനീഷ് സിസോദിയയുടെ ബെയിൽ പ്ലീയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു രണ്ടംഗ ബെഞ്ച് അത് പ്രിസൈഡ് ചെയ്ത ജഡ്ജി തന്നെയാണ് ഇതിനകത്ത് വിധിന്യായം എഴുതിയിരിക്കുന്നത്. വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇ ഡി നിയമം വളരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അതിശക്തമായിട്ട് പ്രയോഗിക്കപ്പെടുന്നു എന്ന് വരുന്ന സാഹചര്യത്തിൽ നീതി നിഷേധിക്കപ്പെടുകയാണോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കോടതികൾക്ക് അവർക്ക് വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തേണ്ടതായിട്ട് വരും നീതിക്ക് വേണ്ടി എന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഒന്നിലധികം തവണ നടത്തിയ ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വിധിന്യായം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുവദനീയമല്ല. വളരെ ശക്തമായിട്ടുള്ള നിഷ്കർഷകളുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഇന്ററിം ബെയിൽ വഴി ഇതുപോലെ ശക്തമായി ഇ ഡി പ്രോസിക്യൂട്ട് ചെയ്യുന്ന ഒരു PMLA കേസിൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുന്നു എന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായമുണ്ട്. അതായത് സർക്കാർ ഭരണം നടത്തുന്നതിനെ ജുഡീഷ്യറിക്ക് ഭരണഘടനയുടെ വെളിച്ചത്തിൽ ശരിതെറ്റുകളായി വ്യാഖ്യാനിക്കാൻ കഴിയും. ആ ജുഡീഷ്യൽ റിവ്യൂയുടെ തുടക്കം മുതൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൽ മാർബറി വേഴ്സസ് മാഡിസൺ, അതാണ് ഏറ്റവും ആദ്യത്തെ കേസ്. അന്ന് മുതലെയുള്ള നിയമചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിയമം സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ നിയമത്തിന്റെ ദുരുപയോഗവും നിയമത്തിന്റെ റിഗറും ഇതെല്ലാം പരിശോധിച്ച് നിയമത്തിനെ വ്യാഖ്യാനിക്കുവാൻ കോടതി ശ്രമിക്കുന്നു. സമൂഹത്തിലുള്ള ചില ഇരുണ്ട വസ്തുതകൾ, ഡാർക്ക് മാറ്റർ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂറിസ്പ്രുഡൻസിൽ അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ചില വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് വളരെ നൂതനമായ രീതിയിൽ കോടതി സിവിൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി വ്യാഖ്യാനം നടത്താറുണ്ട്. ഇന്ത്യയിലും അത് വ്യാപകമായി കണ്ടുവരാറുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഈ സെക്ഷൻ 19 വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് സാധാരണ കോടതി പരിശോധിച്ചിരുന്ന റീസൺസ് ടു ബിലീവ്, അതായത് മണി ലോണ്ടറിങ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാനിടയായിട്ടുള്ള കാരണങ്ങൾ, അത് മാത്രമായിരുന്നു ഇത്രയും നാൾ കോടതികൾ പരിശോധിച്ചിരുന്നത്. എന്നാൽ നീഡ് ആൻഡ് നെസസിറ്റി ഓഫ് അറസ്റ്റ്, ആവശ്യവും അനിവാര്യതയും റീസൺസ് ടു ബിലീവിൽ നിന്നും വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു ആവശ്യവും അനിവാര്യതയും പരിശോധിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ചില പാരാമീറ്റേഴ്സ്, ചില മാനദണ്ഡങ്ങളുണ്ടോ? ഇവയൊക്കെയാണ് വിശാലമായിട്ടുള്ള ബെഞ്ചിന് കോടതി വിട്ടിരിക്കുന്നത്. അങ്ങനെ വിടുന്ന ഒരു കോണ്ടെക്സ്റ്റിലും സിവിൽ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിന് ഇന്ററിം ബെയിൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിനോടൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. കാരണം ഇന്നിപ്പോൾ ഇ ഡിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. ആർട്ടിക്കിൾ 14 അടിസ്ഥാനത്തിൽ ഈ സെക്ഷൻ 19(1) എങ്ങനെയാണ് നിലനിൽക്കുക, അതിൽ തന്നെ നീഡ് ആൻഡ് നെസസിറ്റി കൂടുതൽ വ്യാഖ്യാനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇ ഡിയുടെ സൈറ്റിൽ നിന്നുള്ള ചില കേസുകളും കണക്കുകളും എടുത്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായ നിലയിലുള്ള ട്രീറ്റ്മെന്റ് ഇ ഡി കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യമടക്കം ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിൽ എൻ്റെ ചോദ്യം ഇതാണ്: അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ജാമ്യം അനുവദിക്കുകയും ഈ അറസ്റ്റിൻ്റെ ഗ്രൗണ്ട്സ് ബോധ്യപ്പെടുക ഉദ്യോഗസ്ഥനെ എന്നതിനുമപ്പുറം അദ്ദേഹത്തിന് ആ വിശ്വാസം എഴുതി കൊടുക്കുക എന്നതിനുമപ്പുറം അത് അനിവാര്യതയാണോ എന്നതുകൂടി ഒരു ഉദ്യോഗസ്ഥനും കോടതിയും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിലേക്ക് ഈ വിധി എത്തുന്നുണ്ടോ? അതായത് ഞാൻ പറയുന്നത്, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു അനിവാര്യതയായിരുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് ഈ വിധിയെ വ്യാഖ്യാനിച്ചെത്താൻ കഴിയുമോ എന്നാണ്. അങ്ങനെ കോടതി ഇത് അനിവാര്യത ആയിരുന്നില്ല എന്ന് പറയുന്നില്ല ഡോക്ടർ അരുൺ. കോടതി പറയുന്നത് ഇങ്ങനെ ഒരു അനിവാര്യതയും ആവശ്യകതയും അനിവാര്യതയും അതുകൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ ജുഡീഷ്യറി ഇത് ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ എന്നതിനെ കുറിച്ച് ഒരു വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം കോടതി ഈ ഒരു ബെഞ്ചിൽ നിന്നും മുക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ജഡ്ജ്മെന്റിലൊന്നും പറയുന്നില്ല എങ്കിലും ഇതിനകത്ത് നിയമത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ആദ്യമായി ഒരു വിധിന്യായം വഴി അക്നോളജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, നേരത്തെ ഇതിനൊരു വിജയമണ്ഡൽ കേസിലടക്കം ഈ സെക്ഷൻ 19(1) സാധുതയാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച പശ്ചാത്തലത്തിലാണ് ഇത് വിശാല ബെഞ്ചിന് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പർവീന്ദർ സിംഗ് കേസിൽ പർവീന്ദർ സിംഗ് ഖുറാനയ്ക്ക് 2023 ജാമ്യം ലഭിച്ചെങ്കിലും ആ ജാമ്യം എതിർത്തുകൊണ്ട് ഇ ഡി ഒരു ഇടപെടൽ നടത്തിയിരുന്നു. ഹൈക്കോടതി 1 വർഷം ആ ജാമ്യം നൽകാതെ ഇ ഡിയുടെ ഇടപെടലിനെ തുടർന്ന് ആ വിധി സ്റ്റേ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ആ വിധിയിലാണ്
ഇന്നലെ സുപ്രീം കോടതി വളരെ രൂക്ഷമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ജാമ്യം നടപ്പാക്കുന്നത് തടയാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത്. ജാമ്യം റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെടാം, പക്ഷെ ജാമ്യ ഉത്തരവ് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ജാമ്യം തടയാൻ വേണ്ടി ED ഒരു പരാതി കൊടുക്കുക, ഒരു ഇടപെടൽ നടത്തുക. അതിൻ്റെ ഭാഗമായ ഹൈക്കോടതി 1 വർഷക്കാലം ഈ ആരോപണ വിധേയനായ പർവീൻ സിംഗ് ഖുറാനയ്ക്ക് ജാമ്യം നൽകാതിരിക്കുക കേട്ടുകേൾവിയില്ലാത്തതെന്നല്ലേ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ED അതിൻ്റെ അതിരുകൾ ലംഘിക്കുന്നുവെന്ന് സുപ്രീം കോടതി വായിച്ചെടുക്കുന്നു എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. നീതി എന്നത് പ്രതികാരമല്ലല്ലോ ഡോക്ടർ അരുൺ. കോടതിയുടെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, ജാമ്യ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും അയാൾ പുറത്തിറങ്ങുന്നത് തടയും എന്ന് പറയുന്നത് GD എന്താ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ജുഡീഷ്യറിക്ക് അത് മനസ്സിലായി തുടങ്ങി സമൂഹത്തിലുള്ള മറ്റ് ജനങ്ങളെ പോലെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശവും ഒരു ആശ്വാസവുമാണ് നൽകുന്നത്. GD യെ സംബന്ധിച്ചിടത്തോളം ഒരു നയവ്യതിയാനത്തിന് കൂടി വഴിയൊരുക്കുന്ന തരത്തിലുള്ള ജുഡീഷ്യൽ തീരുമാനങ്ങളാണ് വരുന്നത്. EDയുടെ പ്രസക്തിയെ കുറച്ച് കാട്ടുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ജുഡീഷ്യൽ തലത്തിലും ഒരു വിശാല ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് പോവുകയാണ് എന്നത് PMLA നിയമത്തെ അർത്ഥപൂർണമായിട്ട് ശക്തമാക്കാനും കൂടി ഉതകും.